സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക, ലൈഫ് മിഷൻ പിണറായിയുടെ അധോലോക ഇടപാടാണ് എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ച് UDF കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഒരു സർക്കാർ ഇത്രമാത്രം അധപ്പതിച്ച കാലം ചരിത്രത്തിലുണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ പറഞ്ഞു. പ്രതി തന്നെ മുഖ്യമന്ത്രിയെ കണ്ടെന്ന് പറഞ്ഞിട്ടും തൽസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല. അന്വേഷണം സുതാര്യമായി നടക്കാൻ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള മാർച്ചുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഗത്യന്തരമില്ലാതെ മുഖ്യമന്ത്രി ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. എല്ലാ കേന്ദ്ര ഏജൻസികളും കേരളത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നൊരു സന്ദർഭം മാത്രമല്ല, കൃത്യമായി സ്വപ്നയും മുഖ്യമന്ത്രിയും തമ്മിൽ പല ഘട്ടങ്ങളിലും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും സ്വപ്നയുടെ നിയമനത്തിൽ മുഖ്യമന്ത്രി അറിവുണ്ടായിരുന്നുവെന്നും ശിവശങ്കറിൻ്റെ സാന്നിധ്യത്തിൽ പലപ്പോഴും മുഖ്യമന്ത്രി സ്വപ്നയെ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്ന വെളിപ്പെടുത്തലുകൾ വന്ന സാഹചര്യത്തിൽ ഇത്രയും നാൾ സ്വപ്ന എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥയുമായി എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് പറഞ്ഞത് അസ്ഥാനത്താണെന്നും അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഇവിടെ പല കാര്യങ്ങളും നടന്നിട്ടുള്ളതെന്നും സ്വർണ്ണക്കള്ളക്കടത്തിൽ പ്രതിയായിട്ടുള്ള ഒരാളെ എത്രമാത്രം മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സംരക്ഷണം നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിനേക്കാൾ കൂടുതൽ എന്താണ് ഒരു മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകണമെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അറച്ചു നിൽക്കാൻ എന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. MK രാഘവൻ MP, KPCC വൈസ് പ്രസിഡന്റ് T സിദ്ദിഖ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ഫ്ലാഷ് മാർച്ചിൽ ജനറൽ സെക്രട്ടറി പ്രവീൺ കുമാർ, ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പടികശാല, UDF ജില്ലാ കൺവീനർ ബാലനാരായണൻ, KC അബു, പാറക്കൽ അബ്ദുള്ള, രാജീവൻ മാസ്റ്റർ, PP മുഹമ്മദ് കോയ, KP ബാബു തുടങ്ങിയവരും സംബന്ധിച്ചു.